ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെയ്യറസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള, അതായത് പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് നമ്മളെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സ് ആയിട്ട്, അതായത് പുതിയതായിട്ട് വരുന്നവർക്ക് ആകെ അറിയുന്നുള്ള കാര്യം എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യവും, അതുപോലെ തന്നെ ഈ ഷോർട്സും വീഡിയോസും രണ്ടും രണ്ടാണെന്ന് പോലും അറിയാത്ത ആൾക്കാർ വരെ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ ഷോർട്സിനായാലും വീഡിയോസിനായാലും 1K വ്യൂ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് നമ്മുടെ വാച്ച് അവർ എന്താണെന്ന് പോലും അറിയാത്ത കുറച്ച് ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് 4000 വാച്ച് അവർ നമുക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ്. നമ്മുടെ പുതിയ യൂട്യൂബേഴ്സ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ, അതായത് ഹാഫ് മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ 500 സബ്സ്ക്രൈബറും 3000 വാച്ച് അവറുമാണ് വേണ്ടത്. അല്ല, നമ്മൾ ഷോർട്സ് ആണ് ചെയ്യുന്നതെങ്കിൽ 500 സബ്സ്ക്രൈബറും 30 ലക്ഷം വ്യൂസുമാണ് വേണ്ടത്. അതായത് 3 മില്യൺ വ്യൂസുമാണ് വേണ്ടത്. ഇനി നമ്മുടെ ചാനൽ ഫുൾ മോണി ആകണമെങ്കിൽ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറുമാണ് നമ്മുടെ വീഡിയോ കാറ്റഗറിയിൽ പെടുന്നത്. അതുപോലെ തന്നെ ഷോർട്സിലാണെങ്കിൽ 1000 സബ്സ്ക്രൈബറും 1 കോടി വ്യൂസ്, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസുമാണ് വേണ്ടത്. പുതിയ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാർ പൊതുവേ ചെയ്യുന്നത് 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടായിരിക്കും അവർ 1000 സബ്സ്ക്രൈബറെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പുതിയ യൂട്യൂബേഴ്സ് ആദ്യമേ തന്നെ ഷോർട്സിലേക്കാണ് തിരിയുന്നത് കേട്ടോ. കാരണം അവർക്ക് അറിയില്ല ഈ ഹാഫ് മോണി ആകണമെങ്കിൽ നമ്മുടെ 30 ലക്ഷം വ്യൂസും അതുപോലെ തന്നെ ഫുൾ മോണി ആകണമെങ്കിൽ 10 മില്യൺ വ്യൂസ് വേണമെന്ന് അവർക്കറിയില്ല. അതാണ് അവർ ഷോർട്സ് ആദ്യമേ ഇടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ആകണമെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ തന്നെ ഇത്രയും വ്യൂസ് നമുക്ക് വേണമെന്ന് അവർക്കറിയില്ല. പക്ഷേ നമ്മുടെ വീഡിയോസിനാകട്ടെ ഒരു വർഷം കൊണ്ടാണ് നമ്മൾ ഫുൾ മോണി 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ കാര്യവും അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഈ തുടങ്ങുന്ന ആൾക്കാർ, പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാർ നേരെ വച്ച് പിടിക്കുന്നത് നമ്മുടെ ഷോർട്സിലേക്കാണ്. ഷോർട്സ് തുടങ്ങി ഒരു മുക്കാൽ പരുവ, അതായത് അങ്ങും എത്തില്ല ഇങ്ങും എത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ ഇവർ മടുക്കും ഷോർട്സ് ചെയ്തിട്ട്. അങ്ങനെ തുടങ്ങുന്ന സമയത്താണ് അവർ വിചാരിക്കുന്നത്, അങ്ങനെ ആകുന്ന സമയത്താണ് അവർ വിചാരിക്കുന്നത് ഒന്ന് വീഡിയോ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ലോങ് വീഡിയോ ചെയ്ത് തുടങ്ങി OT സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ആക്കുമ്പം തന്നെ അവരുടെ കണ്ണങ്ങ് മഞ്ഞളിക്കും. കാരണം എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 1 അല്ലെങ്കിൽ 2 അവർ, അതല്ലെങ്കിൽ മണിക്കൂറായിരിക്കും ചില വീഡിയോസിൽ കയറുന്നത് ചില ആൾക്കാർക്ക്. അങ്ങനെയാണ് നമ്മളുടെ ലോങ് വീഡിയോ ചെയ്യുന്നതിനൊക്കെയുള്ള സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ 4000 വാച്ച് അവർ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളേ. നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 അല്ലെങ്കിൽ 2 വീഡിയോ ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിനുള്ള ടിപ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണുക. ഞാൻ പറയുന്ന ടിപ്പല്ല, അതുപോലെ ഒന്ന് ഫോളോ ചെയ്യുകയും വേണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂക്കിട്ട് ഇണ്ണ വരയ്ക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണേ. അപ്പോൾ ആദ്യമേ പറയട്ടെ, നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ നമുക്ക് ഈ 1000 സബ്സ്ക്രൈബർ ആയിട്ടില്ല, 500 സബ്സ്ക്രൈബറേ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ വാച്ച് അവർ 3000 വാച്ച് അവർ ആയിട്ടുണ്ട് എന്ന് വിചാരിച്ച് നോക്കൂ. അപ്പോൾ നമ്മുടെ ഈ ഹാഫ് മോണി ആയിക്കഴിഞ്ഞാൽ, അതായത് 500 സബ്സ്ക്രൈബറും നമ്മുടെ 3000 വാച്ച് അവറും കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് മോണി ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നാണ് ആദ്യം പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആദ്യം നമ്മുടെ സൂപ്പർ ചാറ്റാണ് കേട്ടോ. സൂപ്പർ ചാറ്റിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു റവന്യൂ നമുക്ക് കിട്ടി തുടങ്ങും. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക്, അതായത് ലൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരളവിൽ ഡോളറൊക്കെ കയറി തുടങ്ങും. അതുപോലെ നമുക്ക് പ്രൊമോഷൻ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഹാഫ് മോണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മൾ ഫുൾ മോണി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വീഡിയോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ ദിവസവും നമുക്ക് ഡോളർ കയറും. അതായത് ഒരു മാസത്തിൽ നമുക്ക് ഒരു എമൗണ്ട് ക്യാഷ് നമ്മളുടെ കയ്യിൽ കിട്ടും. അതുകൊണ്ട് പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഷോർട്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സിന് പിന്നാലെ പോകാതെ നിങ്ങൾ ലോങ് വീഡിയോ ചെയ്തിട്ട് മോണി ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷോർട്സ് ചെയ്യരുതെന്നല്ല, ഷോർട്സ് നമ്മുടെ സബ്സ്ക്രൈബർ കൂട്ടാനും അതുപോലെ തന്നെ വ്യൂസ് കൂട്ടാനും ആവശ്യമാണ്. അപ്പോൾ നമുക്കിപ്പം ഷോർട്സ് ഇട്ടിട്ട്
നമ്മുടെ വ്യൂസും സബ്സ്ക്രൈബർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സബ്സ്ക്രൈബർ നമ്മുടെ ലോങ് വീഡിയോയും കാണും. അപ്പോൾ അവിടെയും നമുക്ക് നമ്മുടെ വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഷോർട്സും വീഡിയോയും എല്ലാ ദിവസവും ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു ഷോർട്സ് ഒരു വീഡിയോ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 4000 വാച്ച് അവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത്, അതായത് നിങ്ങൾ 100% ഹാർഡ് വർക്ക് ചെയ്തിട്ട്, അതായത് 90 ദിവസത്തിനുള്ളിൽ 1 കോടി വ്യൂസ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷോർട്സ് ചെയ്താൽ മതി കേട്ടോ. സാധാരണ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ, കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ ആദ്യമേ പറയും 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, 1000 സബ്സ്ക്രൈബർ വേണം, അല്ലെങ്കിൽ 500 സബ്സ്ക്രൈബർ വേണം, 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. 90% ആൾക്കാരും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്, ഇങ്ങനെ പറയുന്ന ആൾക്കാർ. അതായത് ഭയങ്കര കഷ്ടമാണ്, മോണിറ്റൈസേഷനൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ അവരുടെ ചാനൽ മോണിറ്റൈസേഷനായി 25,000 വാച്ച് അവർ, 30,000 വാച്ച് അവർ ഒക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് അവർ നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഈ പറയുന്ന ആൾക്കാർ. അതായത് ഒരു സാധാരണക്കാരനായ യൂട്യൂബേഴ്സ്, അതായത് പുതിയ സ്റ്റാർട്ടറായിട്ടുള്ള വ്ളോഗർ, അവർക്ക് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് നമ്മുടെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു ഘട്ടം. നമ്മുടെ ഈ 4000 വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ആക്കി നമ്മൾ ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഈ മണിക്കൂറിൻ്റെ കാര്യം നമ്മൾ പിന്നെ ചിന്തിക്കില്ല. നമ്മൾ പിന്നെ നമ്മുടെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ്, അതായത് നമ്മുടെ എല്ലാ വീഡിയോസും 1Kക്ക് മുകളിൽ പോകാനുള്ള രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ 4000 വാച്ച് അവർ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യം എൻ്റെ തമ്പനെയിലിൽ കണ്ടതുപോലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാം എന്ന് ഞാൻ തമ്പനെയിലിൽ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാനുള്ള ടിപ്സാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ സ്ഥിരമായിട്ട്, അതായത് റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്ന ആൾക്കാരാണോ എന്ന് ചിന്തിച്ച് നോക്കണം. ഷോർട്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ലോങ് വീഡിയോസ് ആണ് കേട്ടോ. പലർക്കും പല അഭിപ്രായമായിരിക്കും. ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നവരായിരിക്കും. ചില സ്ഥലത്തെത്തുമ്പോൾ അത് ഷോർട്ടേജ് വന്നാണ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തവരായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ അവർ സ്ഥിരമായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ കണ്ടന്റ് ഒന്നുമില്ല, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ അല്ലായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കും ചിലപ്പോൾ നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഈ തമ്പനെയിലിൽ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട്, അതായത് ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവാം, ഞങ്ങളിവിടെ 2-3 വർഷമായിട്ടാണ് ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയത്, പിന്നെയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മുടെ വാച്ച് അവർ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ, അതായത് വീഡിയോ എടുത്തിടുന്നുണ്ട്, റെഗുലറായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, പക്ഷെ അത് ആർക്കും ഉപകാരപ്പെടുന്നില്ല. അതായത് കറക്റ്റായിട്ടുള്ള തമ്പനെയിലോ കറക്റ്റായിട്ടുള്ള ഡിസ്ക്രിപ്ഷനോ കറക്റ്റായിട്ടുള്ള ടൈറ്റിലോ ഇല്ലാതെ വെറുതെ ഒരു വീഡിയോ എടുത്തിടുന്നു. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് എങ്ങനെയാണ് ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുന്നത്? അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് തമ്പനെയിൽ, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഈ 3 കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ചില ആൾക്കാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുമ്മാ വീഡിയോ എടുത്തിട്ടിട്ട് തമ്പനെയിലോ ഡിസ്ക്രിപ്ഷനോ ടൈറ്റിലോ ഒന്നുമില്ലാതെ തന്നെ നമ്മൾ ഈ 4000 വാച്ച് അവർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അത് 3 കാര്യമല്ല, അതിൻ്റെ കൂടെ കണ്ടൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ വിജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ നെഗറ്റീവ് ആവാതെ പോസിറ്റീവ് ആയതിനു ശേഷം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളെ കൊണ്ട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു മൈൻഡ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഈ ലോങ് വീഡിയോ ചെയ്യുന്നത് ഒരു വർഷം കൊണ്ട് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയാൽ മതിയല്ലോ, അതുകൊണ്ട് പതുക്കെ നമുക്ക് വീഡിയോസ് ഇടാം, അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നവർ. ആദ്യമേ അങ്ങനെയുള്ളവർ ആ തോട്ട് തലയിൽ നിന്നെടുത്ത് മാറ്റുക. അതിനുശേഷം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കേട്ടോ, റെഗുലറായിട്ട്. അപ്പോൾ നിങ്ങൾക്കും പറ്റും കേട്ടോ ഒരു ദിവസം കൊണ്ട് ഈ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചാനൽ ഒരു 100ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 50 എണ്ണം ഷോർട്സും 50 എണ്ണം ലോങ് വീഡിയോസും ആയിരിക്കും. ഈ ലോങ് വീഡിയോയിൽ 3/4 ഭാഗം ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ 4 മിനിറ്റോ 5 മിനിറ്റോ ഉള്ള വീഡിയോ ഒക്കെ ആയിരിക്കും. ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ മാത്രമായിരിക്കും നമ്മൾ 10 മിനിറ്റിന് മുകളിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 10 മിനിറ്റിൽ മുകളിൽ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ ഒരു 50,000 പേര് കണ്ടു കഴിഞ്ഞാൽ, ഈ 50,000 പേര് ഫുൾ കാണണമെന്നില്ല കേട്ടോ, ഒരു 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ 50,000
പേര് ഈ 5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന വ്യൂ, അതായത് മണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഈ 4000 വാച്ച് അവർ സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു 10-15 വീഡിയോ ചെയ്തിട്ടായിരിക്കും നമുക്ക് ചില ആൾക്കാർക്ക് ഒരു വീഡിയോ ക്ലിക്ക് ആവുന്നത്. ആ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഇത്രയും വാച്ച് അവർ നമുക്ക് കയറി കഴിഞ്ഞാൽ, അതായത് 50,000 പേര് വെച്ച് 5 മിനിറ്റ് കാണുകയാണെങ്കിൽ നമുക്ക് 4000 വാച്ച് അവർ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ വൈറൽ ആയാൽ മതി, അതിന് പുറകെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ട് വൈറലായിക്കോളും. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ 25,000 വ്യൂസും 50,000 വ്യൂസൊക്കെ എവിടെ നിന്ന് കിട്ടാനെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു തമ്പനെയിൽ, നല്ലൊരു ഡിസ്ക്രിപ്ഷൻ, നല്ലൊരു ടൈറ്റിൽ, നല്ലൊരു കണ്ടൻറ്റ്, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഈ വാച്ച് ഓവർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് വ്യൂസും മണിക്കൂർ നമുക്ക് സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഒരു വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ നമ്മുടെ 4000 വാച്ച് ഓവർ കംപ്ലീറ്റ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. നമ്മുടെ ലോങ് വീഡിയോയിൽ എത്രത്തോളം വ്യൂസ് കൂടുന്നു അത്രത്തോളം നമ്മുടെ വാച്ച് ഓവറും കയറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ 4000 വാച്ച് ഓവർ എങ്ങനെ ഒരുമിച്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. പല ടിപ്സും ഉണ്ട് കേട്ടോ 4000 വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടിപ്സ് പല ചാനലുകാർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടണമെന്ന് ഇല്ലാത്ത ഒരു ടിപ്സാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 3-4 ടിപ്സ് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പം പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, കണ്ടിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയാൻ പോകുന്ന ടിപ്സ് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടിപ്സാണേ. ഫ്രീസായി നിൽക്കുന്ന ചാനലുകാർക്ക് പോലും ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 60-70 വീഡിയോസ് ചെയ്യുക. ഇത് 60-70 വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോങ് വീഡിയോ മാത്രമല്ല കേട്ടോ, ഷോർട്സോ വീഡിയോ അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരു 60 അല്ലെങ്കിൽ 70 വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒരു ഷോർട്സും ഒരു വീഡിയോസും ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വാച്ച് ഓവറിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് പറയുന്നുവെന്ന്. ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ കൗണ്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. അതുവഴി നമുക്ക് ലോങ് വീഡിയോയുടെ വാച്ച് ഓവറും അതുപോലെ തന്നെ വ്യൂസും കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ട് ഷോർട്സും ഇതിനോടൊപ്പം തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ചാനലിലെ പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് കാണുക. അതായത് പോപ്പുലർ ആകാൻ കാരണം എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കുക. അത് സ്വന്തം ഫോണിൽ നിന്നാകരുത്, വേറെ ആരുടെങ്കിലും ഫോൺ വാങ്ങിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് കാണുക. കണ്ടിട്ട് എവിടെയാണോ നിങ്ങൾക്ക് നമ്മുടെ വാച്ച് ഓവർ, അതായത് നമ്മുടെ വ്യൂസ് കൂടിയത്, ആ കണ്ടൻ്റ് ഒന്ന് നോക്കുക. അതായത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ വാച്ച് ഓവർ കൂടാൻ കാരണം എന്താണ്, അതായത് വ്യൂസ് കൂടാൻ കാരണം എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട്, അതായത് അനലിറ്റിക്സ് എടുത്ത് നോക്കിയാലും മതി, ചെക്ക് ചെയ്തിട്ട് അതേപോലുള്ള വീഡിയോസ്, അതേപോലുള്ള കണ്ടൻറ്റ് ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നമുക്ക് വ്യൂസും വാച്ച് ഓവറൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഒരു വീഡിയോ ചെയ്ത്, ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ ഹെയർ കെയറിൻ്റെ വീഡിയോ ആദ്യത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ ഒക്കെ നല്ല പോപ്പുലർ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയും നമ്മൾ നമ്മുടെ ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ യൂട്യൂബ് ടിപ്സ് അടങ്ങിയ വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനത്തെ കാറ്റഗറിയിൽ പെടുന്ന വീഡിയോസ് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പം കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മില്യൺസ് വ്യൂസ് ഉള്ള ഒരു ചാനൽ എടുക്കുക. അതായത് നമ്മൾ അതേ സെയിം കണ്ടൻറ്റ് ചെയ്യുന്ന ഒരു ചാനലിൽ പോയിട്ട് അവരുടെ വ്യൂസ് എന്താണ് കൂടാൻ കാരണം, അതായത് അവരുടെ വീഡിയോസിൽ എന്ത് പ്രത്യേകതയാണ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് അതേപോലത്തെ പ്രത്യേകതകൾ ആ രീതിയിൽ നമ്മുടെ ചാനലിൽ, അതായത് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലത്തെ കണ്ടൻറ്റുകൾ, നല്ല ഇമ്പ്രസീവായിട്ടുള്ള കണ്ടൻറ്റൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ 4000 വാച്ച് അവർ നമുക്ക് സൂപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചിലപ്പോൾ ആ മില്യൺസ് അടിച്ച വീഡിയോ ചിലപ്പോൾ തമ്പനെയിലായിരിക്കും വൈറലായത്, ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനായിരിക്കും വൈറലായത്. അപ്പോൾ അങ്ങനത്തെ തമ്പനെയിൽ, അതായത് ക്യാച്ചിങ് പവറായിട്ടുള്ള നമ്മുടെ തമ്പനെയിലൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആ വ്ളോഗറിൻ്റെ തമ്പനെയിൽ, ഡിസ്ക്രിപ്ഷൻ, ടൈറ്റിൽ ഇത് നോക്കുന്നതിനോടൊപ്പം തന്നെ അവർ ആഡ് ചെയ്തിട്ടുള്ള ടാഗും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ വാച്ച് ഓവർ, നമുക്ക് 4000 വാച്ച് ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിക്കറിയാമെന്നുള്ളതാണെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.